എഹിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫുൾ ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക. അതിനുശേഷം അതിൻ്റെ കാലയ്ക്ക് ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഇത്രയാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയണത്. അതിനുശേഷം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം. ഒരു വലിയ പാത്രം എടുത്തോളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വറ്റൽ മുളകൊന്ന് പൊടിച്ചെടുത്താണ് അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ മതിയാകും. അതിന് പകരം നാരങ്ങാ നീരോ തൈരോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടായി പോകരുത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും എത്തണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ആ വരഞ്ഞ ഭാഗത്തൊക്കെ അതിൻ്റെ അകത്തേക്കൊക്കെ കുറേശ്ശെ ഇതുപോലെ ഒന്ന് തേച്ച് പറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കാൻ നോക്കുക. പിന്നെ നൂല് വെച്ചിട്ട് കാല് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാനും കൂടി നോക്കണം. കാരണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യുന്ന നേരത്ത് ഒന്ന് തിരിച്ചിടുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഞാനൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ഇതുപോലൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കൻ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം ഇതൊരു 15 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ട്. പയ്യെ ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ ഇതുപോലെ ഒന്ന് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ 2-3 പ്രാവശ്യം പൊടിയാതെ തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് വേവിച്ചെടുക്കാൻ നോക്കണം. ഏതാണ്ട് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് സമയമെടുക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ചെയ്തെടുക്കുക. കണ്ടോ, നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ഓക്കേ.